തനിക്ക് പത്മഭൂഷൺ കിട്ടിയത് സംഘടനയെ മുന്നോട്ട് നയിച്ചതിലെ മികവ് കൊണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDPയുടെ ലക്ഷ്യം നായർ ഈഴവ ഐക്യമല്ല, നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമാണ് ലക്ഷ്യം. ഐക്യത്തിൽ രാഷ്ട്രീയമില്ലെന്നും മുസ്ലിം ലീഗിനൊഴികെ ആർക്കും അതിനൊപ്പം ചേരാമെന്നും വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ നിഷ്കളങ്കനും നിസ്വാർത്ഥനുമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. അശ്വിൻ, ഇന്ന് വന്ന വിമർശനാത്മകമായ ഒരു അഭിമുഖത്തിലെ ഒരു ഭാഗം, NSSന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള അഭിമുഖത്തിന്റെ ഭാഗം, അതിനുശേഷമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രതികരണം വരുന്നത്. എങ്ങനെ വായിക്കണം ഇതിനെ? എന്തായാലും NSSന്റെ ഭാഗത്തുനിന്ന് വിമർശനാത്മകമായ രീതിയിലാണ് നായർ ഈഴവ ഐക്യത്തിലെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതെങ്കിൽ അതിനെ കൂടുതൽ കാര്യപ്രാപ്തിയോടുകൂടി കാണുകയാണ് SNDP. അതായത് വിമർശനത്തിനപ്പുറത്തേക്ക് വസ്തുത ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനിൽ നിന്നുണ്ടായത്. അതായത് ആദ്യഘട്ടത്തിൽ പലപ്പോഴായുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൊക്കെ NSS വ്യക്തമാക്കിയത് നായർ ഈഴവ ഐക്യത്തിൽ യോജിപ്പാണ് എന്നുള്ളതാണ്. പക്ഷേ അത് NSSന്റെ അഭിപ്രായം എന്നതിനപ്പുറത്തേക്ക് G. സുകുമാരൻ നായരുടെ വ്യക്തിപരമായ അഭിപ്രായമായിരുന്നു എന്ന് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത്. അതിനുമപ്പുറത്തേക്ക് അവരുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അവിടെ ഉണ്ടായ കാര്യങ്ങൾ G. സുകുമാരൻ നായർ തുറന്നു പറയുന്നു. നായർ ഈഴവ ഐക്യത്തിന് NSS ഒറ്റ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് SNDP മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് ഇന്നുകൊണ്ട് തീരുന്നതല്ല, ഭാവിയിൽ ഈ ഐക്യം ഉണ്ടാകും, അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചു വെള്ളാപ്പള്ളി നടേശനൊപ്പം. നിസ്വാർത്ഥനും നിഷ്കളങ്കനും മാന്യനുമാണ് G. സുകുമാരൻ നായർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴായി തന്നെ ആക്രമിച്ച ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കാർ വിവാദം അടക്കം വന്നപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് തനിക്ക് കരുത്തും തണലും കരുതലും നൽകിയത് G. സുകുമാരൻ നായരാണ് എന്നുകൂടി പറഞ്ഞ് അദ്ദേഹത്തെ വലിയ തോതിൽ പുകഴ്ത്തുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു പ്രകോപനപരമായ രീതിയിൽ ഒരു വാക്കുപോലും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ പ്രസംഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങളെല്ലാം നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയും ഇപ്പോൾ ഉണ്ടായ പ്രതികരണത്തെയും ഐക്യം ഇല്ല എന്നുള്ള തീരുമാനത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് SNDP മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ പേരിൽ ഒരു ഈഴവ സമുദായ അംഗം പോലും ഈ NSSനെയോ G. സുകുമാരൻ നായരെയോ തള്ളിപ്പറയാൻ മുതിരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി SNSന്റെ ഈ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഒരു വേറൊരു രീതിയിലേക്ക്, ഒരു മാനത്തിലേക്ക് ഈ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട നായർ ഈഴവ ഐക്യ തകർച്ചയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് SNDP മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. എന്തായാലും നാളുകളിൽ നമ്മൾ ഒന്നിക്കും എന്നുള്ളൊരു വാക്കോട് കൂടിയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. കൃഷ്ണ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.